BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിത്ര മാമറിലുള്ള റിയൽ വാല്യൂ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ അക്കോമഡേഷനിൽ 200-ൽ പരം തൊഴിലാളികൾ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെയാണ് ഇഫ്താർ സംഗമം നടത്തിയത്. പ്രസിഡന്റ് ജേക്കബ് തേക്കുന്തോട്, ചെയർമാൻ മനോജ് മയ്യന്നൂർ, ജനറൽ സെക്രട്ടറി MC പവിത്രൻ, രക്ഷാധികാരി മോനി ഒടിക്കണ്ടത്തിൽ, ട്രഷറർ തോമസ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റുമാരായ സത്യൻ ഗാവിൽ, ബിബിൻ മാടേത്തത്, ജോയിന്റ് സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, കമ്മ്യൂണിറ്റി സെക്രട്ടറി മണിക്കുട്ടൻ, സംഘടനയുടെ മറ്റ് ഭാരവാഹികളായ വിനോദ് അരൂർ, ജെയ്സൺ വർഗീസ്, സുനീഷ് കുമാർ, മിനി മാത്യു, മുബിന മൻഷീർ, അഞ്ജു സന്തോഷ്, ലിബി ജെയ്സൺ, സാമൂഹിക പ്രവർത്തകരായ കാത്തു സച്ചിൻദേവ്, അബ്ദുൾ മൻഷീർ കൊണ്ടോട്ടി, അൻവർ നിലമ്പൂർ, സന്തോഷ് കുറുപ്പ്, ഷറഫ് അലിക്കുഞ്ഞി തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ ഗോൾഡിന്റെ പ്രതിനിധി ഹംദാൻ, കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ നൌഷാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് MM ഷാനവാസ് റമദാൻ സന്ദേശം നൽകി. ദൈവത്തിലേക്ക് അടുക്കാനുള്ള സുപ്രധാനമായ ഒരു ആരാധനയാണ് വ്രതമെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുക്കമില്ലാത്ത മോഹങ്ങളെ സാക്ഷാത്കരിക്കലാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭൗതിക ജീവിത വീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിത വിജയത്തിലേക്കാണ് ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നത്. സമാധാനവും സന്തോഷവും നിറഞ്ഞ സാമൂഹിക അന്തരീക്ഷവും പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്ന ജനതയുടെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള കരുത്തും നോമ്പിലൂടെ സ്വയക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷഹീന നൗമലിന്റെ പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫാറൂഖ് VP സ്വാഗതവും സജീബ് നന്ദിയും പറഞ്ഞു. നോമ്പുകാലം സമ്മാനിച്ച ആത്മസമർപ്പണത്തിന്റെയും ആത്മീയ സഹനത്തിന്റെയും നല്ല നാളുകൾക്ക് ശേഷം പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ബഹ്റൈൻ. പെരുന്നാൾ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടാൻ നിരവധി സാംസ്കാരിക വിനോദ പരിപാടികളോടെയാണ് രാജ്യമൊരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഈദ് ദിനങ്ങൾ എല്ലായിടത്തും ആവേശത്തോടെയുള്ള അനുഭവങ്ങൾ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്ന ക്യാമ്പയിൻ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും വിലയിരുത്തുന്നു. മനാമ നൈറ്റ്സിന്റെ വിജയത്തെ തുടർന്ന് ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായും പരിപാടികൾ BTA ഒരുക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ തത്സമയ സംഗീത നിശകൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഏപ്രിൽ 4-ന് ബിയോൺ അൽഡാന ആംഫി തിയേറ്ററിൽ നടക്കുന്ന അമർ ദിയാന്റെ സംഗീത പരിപാടിയാണ് ഇതിൽ പ്രധാനം. കൂടുതൽ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഏപ്രിൽ 3-നും 4-നും റാഷിദ് ഇൻഡസ്ട്രിയൽ ആൻഡ് എൻഫോഴ്സ്മെന്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന കുതിരയോട്ട മത്സരം ഈദ് ആഘോഷങ്ങൾക്ക് വേറിട്ട അനുഭവമായിരിക്കും. പാഷൻ ആർട്ടിലെ കിഡ്സ് ആർട്ട് ഫെസ്റ്റ്, സിറ്റി സെന്ററിലെ അഡ്വഞ്ചർ പരിപാടികൾ, വാട്ടർ ഗാർഡൻ സിറ്റി, ബീച്ച്, ഡ്രാഗൺ സിറ്റി എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാളിന്റെ 2ാം ദിനം മുതൽ മൊഹറക്കിലെ മോഡൽ യൂത്ത് സെന്ററിൽ ബി ഹാപ്പി ഷോയും ബുദയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ റോസ്റ്റ് ക്യാമ്പും അരങ്ങേറും. കൂടാതെ ഏപ്രിൽ 11 മുതൽ 13 വരെ സക്കറിൽ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരങ്ങൾക്കൊപ്പം പെരുന്നാൾ ആഘോഷങ്ങളും സാക്ഷിയാകും. ഇത്തരത്തിൽ അനവധി വിനോദ കായിക സംഗീത പരിപാടികൾക്കാണ് പെരുന്നാൾ സാക്ഷിയാകുന്നത്. ക്യാമ്പയിനിന്റെ ഭാഗമായി ഗൾഫ് എയർ, ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനികൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവരുമായി സഹകരിച്ച് BTA പ്രത്യേക യാത്രാ പാക്കേജ് സജ്ജമാക്കിയിട്ടുണ്ട്. വിമാന ടിക്കറ്റുകളും താമസ സൗകര്യവും ഉൾപ്പെടുന്ന പാക്കേജ് മികച്ച ഓഫറുകളോടെ തന്നെ രാജ്യത്തെ ടൂറിസം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാം. സന്ദർശക അനുഭവം വർദ്ധിപ്പിക്കുന്നതിന് വിനോദം, കായികം, കല, സംസ്കാരം, ഷോപ്പിംഗ്, ഭക്ഷണം എന്നിവ സംയോജിപ്പിക്കുന്ന ബൃഹത്തായ ആഘോഷങ്ങളാണ് ബഹ്റൈൻ പെരുന്നാൾ ആഘോഷങ്ങളുമായി വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ത്യൻ എക്കണോമിക്സ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഏഷ്യൻ അറബ് അവാർഡ് പരിപാടി ശ്രദ്ധേയമായി. ബഹ്റൈൻ ക്രൗൺ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ വിവിധ തുറകളിലുള്ള 34ഓളം പേർക്ക് അച്ചീവ്മെന്റ് അവാർഡ് 2025 സമ്മാനിച്ചു. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബഹ്റൈനിലെ ബിസിനസ് വുമൺ സൊസൈറ്റി പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചു. ചേംബറിന്റെ വൈസ് പ്രസിഡന്റ് ഗ്ലോബൽ ഡിപ്ലോമസിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് ആഗോളീകരണത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ചും സംസാരിച്ചു. അടിമാലി രാജകുമാരി ഖജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കുട്ടിയെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാവാമെന്ന
റിപ്പോർട്ടാണ് പോലീസ് പറയുന്നത്. പോലീസ് ജാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറനെ അറസ്റ്റ് ചെയ്ത് ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. പൂനം സോറന്റെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. അതിനുശേഷമാണ് ജാർഖണ്ഡ് സ്വദേശിയായ മോത്തിലാൽ മുർമു ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത്. ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ പൂനം സോറൻ ജോലിക്ക് പോയിരുന്നില്ല. ഇവർ ആരും അറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. മുർമുവിന് ഇക്കാര്യത്തിൽ അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി ഉണ്ടായ കാര്യം അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭയന്നാണ് കൃത്യം ചെയ്തതെന്നും പൂനം സോറൻ പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. രാജക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പൂനം സോറന്റെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിൽ അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 45-ാം ദിവസത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കോടതി കുറ്റപത്രം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ ഗാന്ധിനഗർ SHOT ശ്രീജിത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറ്റപത്രം തയ്യാറായിരുന്നുവെങ്കിലും ഏറെ പ്രമാദമായ കേസായതിനാൽ നിയമോപദേശം ഉൾപ്പെടെ തേടിയ ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജിലധികമുള്ള കുറ്റപത്രത്തിൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, രാഹുൽ രാജ്, റെജിൽ, വിവേക്, ജീവ എന്നിവരാണ് പ്രതികളായുള്ളത്. പഴുതടച്ച അന്വേഷണമാണ് നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കേസിൽ 40 സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 6 പേരെ സീനിയേഴ്സായ 5 പ്രതികൾ ക്രൂരമായ റാഗിങ്ങിനാണ് വിധേയമാക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നവംബർ മുതൽ 4 മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചത്. ഇരകളായവർ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും പ്രതികൾ ആഘോഷിച്ചെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് റാഗിങ്ങിന്റെ കൂടുതൽ തെളിവുകളും കണ്ടെത്തി. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവരുടെ പക്കൽ മാരകായുധങ്ങളും ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗത്തിന് പ്രതികൾ പണം കണ്ടെത്തിയത് ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്നാണ്. റാഗിങ്ങിനെ കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിലെ 5 പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും കോട്ടയം SP ഷാഹുൽ ഹമീദ് കുറ്റപത്രത്തിൽ ആവശ്യപ്പെട്ടു. ജന്മദിനാഘോഷത്തിന് പണം നൽകാത്തതിനാലാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതും പ്രതികളെ പ്രകോപിപ്പിച്ചു. ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചതും ക്രൂരമായി മർദ്ദിച്ചതെന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. ഇത് സംബന്ധിച്ച പ്രതികളുടെ മൊഴികളും കുറ്റപത്രത്തിലുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതും തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.